നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്തത് ഉസ്ബെക്കിസ്ഥാനിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ ബന്ധുക്കൾക്ക് എന്തൊക്കെ തുടർ നടപടികൾ കൈക്കൊള്ളാം എന്നതിനെപ്പറ്റിയായിരുന്നു. നമ്മോടൊപ്പമുള്ളത് വിരമിച്ച IPS ഉദ്യോഗസ്ഥൻ ശ്രീ ഗോപാൽ കൃഷ്ണനാണ്. അദ്ദേഹമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാം, എന്തൊക്കെയാണ് ഉസ്ബെക്കിസ്ഥാനിലെ കോണ്ടിനെൻ്റൽ നിയമവ്യവസ്ഥ, നമ്മുടെ ഇന്ത്യയിൽ എന്തൊക്കെയാണ് നമ്മൾ കണ്ടു പരിചയമുള്ള നിയമവ്യവസ്ഥകൾ എന്നൊക്കെ. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുട്ടികൾ എന്ത് ധൈര്യത്തിലാണ് ഇത്തരം വിദേശ രാജ്യങ്ങളിലേക്ക് ഒരു ബന്ധവുമില്ലാത്ത, ഭാരതവുമായി ഒരു ബന്ധവുമില്ലാത്ത ഇത്തരം വിദേശ രാജ്യങ്ങളിലേക്ക് ഈ കുട്ടികൾ എന്ത് ധൈര്യത്തിലാണ് ഒറ്റയ്ക്ക് പോകുന്നത്, എന്ത് ധൈര്യത്തിലാണ് നമ്മൾ അവരെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടുന്നത്. ജൻസി കുട്ടികളുടെ കാലമാണെങ്കിലും നമുക്കിതൊക്കെ ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. സർ, ശരിക്കും വന്ദേ മാതരം സർ. ശരിക്കും ഞാനൊന്ന് തുടക്കത്തിൽ ചോദിക്കുകയാണ്, റിക്രൂട്ടിംഗ് ഏജൻസികൾ, അതിനിപ്പോൾ A ക്ലാസ് ആയാലും C ക്ലാസ് ആയാലും, നമ്മുടെ കുട്ടികൾ ഉസ്ബെക്കിസ്ഥാനോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയോ UK കാനഡയോ അയർലൻഡോ ഏതെങ്കിലും ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ, US അവിടെ ചെല്ലുമ്പോൾ എന്താണ് അവർ ചെന്ന് ഇറങ്ങുന്ന ആ രാജ്യത്തെ ലാ ഓഫ് ദി ലാൻഡ്, അവിടുത്തെ നിയമവ്യവസ്ഥ, എന്തൊക്കെ നിയമങ്ങളാണ് ഈ കുട്ടികൾ ഫോളോ ചെയ്യേണ്ടത്? ഇതിനെക്കുറിച്ച് കുട്ടികൾക്കും പാരൻസിനും ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഇവരങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. ഈ നമ്മുടെ ഉസ്ബെക്കിസ്ഥാനിലെ ഈ വിദേശത്ത് നമ്മുടെ കുട്ടികൾ പഠിക്കാൻ പോകുന്നതും അവിടുത്തെ അവർ ഫേസ് ചെയ്യുന്ന കോംപ്ലിക്കേഷൻസും ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ നേരത്തെ തീരുമാനമെടുത്താണ് ഒരു ദിവസം ഇരിക്കണമെന്ന്. അപ്പോഴാണ് ഉസ്ബെക്കിസ്ഥാനിലെ ഈ കുട്ടി മരണപ്പെടുന്നത്. തീർച്ചയായിട്ടും. അപ്പം അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇത്തിരി കൂടെ ഡിലേ. അത്ര നൊട്ടോറിയസ് ആണോ അവിടുത്തെ? അല്ലല്ല, ഉസ്ബെക്കിസ്ഥാനിലെ അത്ര കോമൺ ആയിട്ട് അത്ര ഇങ്ങനെ നൊട്ടോറിയസ് ഒന്നുമല്ല. പക്ഷെ അതല്ലല്ലോ, നൊട്ടോറിയസോ പോപ്പുലറോ ഒന്നും അല്ല രാജേഷ്. നമ്മളെ ഈ പാരൻസും ഈ കുട്ടികളും അവിടെ പോകുമ്പോൾ നമ്മുടെ ഈ ഏജൻസീസ് ഉണ്ടല്ലോ, ഈ ഏജൻസീസ് പറയുന്നത് മാത്രം കേട്ടിട്ട്, ഒന്നാമത് ആർക്കും ഒരു ജനറൽ അവയർനെസ് ഇല്ല. ഒരു രാജ്യം ഇപ്പോൾ കരീബിയൻ ദ്വീപിൽ, US-ന്റെ അടുത്തുള്ളതാണ് കരീബിയൻ ഐലൻഡ്സ്, അവിടെ മെഡിസിൻ പഠിക്കാൻ പോകുന്നവരുണ്ട്. ഞാൻ അത് മോശമായിട്ട് ഞാൻ പറയുന്നതല്ല. പക്ഷെ നമ്മളവിടെ പോകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റി, അല്ലെങ്കിൽ ഒന്ന് ഡ്രോപ്പ് ഔട്ടായി, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി, ഒരു അറ്റാക്ക് ഉണ്ടായി നമ്മുടെ കുട്ടികൾക്കെതിരെ, നമ്മളെങ്ങനെ അത് ഫേസ് ചെയ്യും, എങ്ങനെ പോകണം, ഇതിനെപ്പറ്റിയൊന്നും ഒരു ആലോചന ഇല്ലാതെയാണ് എടുത്ത് അടിച്ച് ഈ ഏജൻസ് പറയണത് മാത്രം കേട്ടുകൊണ്ട് പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇവിടെ പ്രോപ്പർ നിയമങ്ങളില്ല ഏജൻസിനെ കൺട്രോൾ ചെയ്യാനും. നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അറിയുന്നില്ല, കേരള ഗവൺമെൻറ് അറിയുന്നില്ല. ഇതെല്ലാം മാറി ഈ കുറച്ച് സ്ട്രിക്റ്റ് ആക്കണം. ഈ ഗവൺമെൻറ് ഇതിനകത്ത് ഇടപെടണം. ആരാ എവിടെ പോകുന്നതെന്നൊക്കെ നമ്മുടെ ഗവൺമെൻറ് അറിയണം. കാരണം അവർക്ക് എന്തെങ്കിലും പറ്റിയ അവിടെ മോഡിജി രക്ഷിക്കണം, അമിത്ഷാ രക്ഷിക്കണം, അല്ലെങ്കിൽ യോഗി രക്ഷിക്കണം, അല്ലെങ്കിൽ ഇവിടുത്തെ CM രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത് പോകുന്നതിന് മുമ്പ് ഇതൊക്കെ ആലോചിക്കണ്ടേ? അപ്പം ആദ്യം നമ്മുടെ പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും ഞാനിത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഞാൻ ഓസ്ട്രേലിയ പഠിക്കാൻ പോയി, ഇപ്പോഴല്ല, 1997. പക്ഷെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മളത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ, ഒരു IPS ഉന്നതനും ആയിട്ടുള്ള എൻ്റെ സംഘർഷമായിട്ട് ഞാൻ 20 വർഷമായി അയാളുമായിട്ട് യുദ്ധം ചെയ്തു. അവസാനം ഞാൻ കോടതിയിൽ ജയിച്ചു, അത് വേറെ കാര്യം. പക്ഷേ ഐ ലോസ്റ്റ് ലോട്ട് ഓഫ് ടൈം. അപ്പം ഇതിന് ഞാൻ തിരികെ വന്നു, ഒരു ബ്രേക്ക് എടുത്തിട്ട്. പക്ഷേ എനിക്ക് ഞാൻ ലോ പഠിക്കാൻ പോയതാണ് ഓസ്ട്രേലിയയിൽ. പക്ഷെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റാതെ എന്നെ ഒരുപാട് കേസിലൊക്കെ കുരുക്കി ഈ IPS. അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ ഈ പഠിക്കാൻ പോയിട്ട് ഉള്ള എക്സ്പീരിയൻസ്, പിന്നെ പലപ്പോഴും വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. ഒരിക്കലും ഞാൻ സ്ഥലം കാണാനോ, അല്ലെങ്കിൽ പെട്രോണസ്, കൊലാലംപൂരിലെ പെട്രോണസ് ടവർ, ഞാൻ 25 പ്രാവശ്യം മലേഷ്യ പോയിട്ടുണ്ട്, ഞാൻ പെട്രോണസ് ടവർ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ ആ കിട്ടിയ അറിവാണ്
ഞാൻ വ്യൂവേഴ്സായിട്ട് ഷെയർ ചെയ്യുന്നത്. സാർ CBIയിലൊക്കെ ഉണ്ടായിരുന്നല്ലേ? CBIയിൽ എനിക്ക് ഉണ്ടെങ്കിലും ഇതുമായിട്ട് ഒരു ബന്ധം വരുന്നില്ല. UN-ന്റെ ഒരു പേഴ്സിലുണ്ടായിരുന്നു. UN-ലുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ പുറത്തൊക്കെ പോകുമ്പോൾ ഈ ഈവൻ അത് UN-ലൊന്നും ഇല്ലാതെ തന്നെ ഞാൻ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. പല ഇപ്പം ഓസ്ട്രേലിയ പോയിട്ടുണ്ട്, USA പോയിട്ടുണ്ട്, യൂറോപ്പിൽ പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, ഇന്തോനേഷ്യ പോയിട്ടുണ്ട്. അപ്പോൾ ഈ പോകുന്നതെന്നും ഞാൻ ഈ ജനങ്ങളെ പറ്റി പഠിക്കാനാണോ, അല്ലാതെ സ്ഥലം കാണാനേ അല്ല. എനിക്കതിൽ യാതൊരു താല്പര്യമില്ല. അപ്പോൾ അത് എനിക്ക് ഇതുപോലുള്ള എപ്പിസോഡ് ചെയ്യാനുള്ള ഒരു മുതൽക്കൂട്ടാണ് അങ്ങനത്തെ അറിവ്. അപ്പോൾ ഞാൻ കണ്ട കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മുടെ കുട്ടികളെ വെളിയിലയക്കുമ്പോൾ ഈ കുട്ടികൾക്കൊന്നും അറിഞ്ഞൂടാ. 18 വയസ്സ് 19 വയസ്സുള്ള അവർക്ക് എന്തറിയണം, ഒരു ജിയോ പൊളിറ്റിക്സ് ഒന്നും അറിഞ്ഞൂടാ. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ, നമ്മുടെ പാരൻസിനും പലർക്കും ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പ്രമാഫേസി നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ബംഗ്ലാദേശിലേക്ക് പോകുകയും അവിടെ ഭയങ്കര മെഡിസിന് ഭയങ്കര ഫീസ് വളരെ കുറവാണ്, ഭയങ്കര മെഡിക്കൽ കോളേജാണ്, സായിപ്പന്മാരാണ് പഠിപ്പിക്കുന്നത്, സ്കോളർഷിപ്പും കിട്ടും എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൽ പോകരുത്, ഒരിക്കലും ബംഗ്ലാദേശിൽ പോകരുത്. ബംഗ്ലാദേശ്, ഇറാൻ, ഇതുപോലെയുള്ള രാജ്യങ്ങൾ, ഈവൻ നേപ്പാൾ ലോകത്തിലെ ഏക ഹിന്ദു രാഷ്ട്രമാണ്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, നമ്മൾ ഇന്ത്യയായിട്ട് അവർ അടിയാണ്. നമുക്ക് വെക്കാവുന്ന പാര മുഴുക്ക നേപ്പാളിലേക്ക്. ഗൂർഖകൾ പാവങ്ങളാണ്, സാധുക്കളാണ്, അത് അവരും നമുക്കെതിരായിട്ടൊന്നും ചെയ്യില്ല. പക്ഷെ നേപ്പാളിന്റെ ഡീപ് സ്റ്റേറ്റുമായിട്ട് നമ്മൾ വലിയ ഉടക്കാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് നമുക്കെന്തെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ MP പാർലമെന്റ് ഇവരെയൊക്കെയല്ലേ നമ്മൾ പോയി പറയുന്നത്. അപ്പം അവര് പറഞ്ഞാൽ ഈ നേപ്പാൾ ഗവൺമെന്റ് കേൾക്കണ്ടേ, അല്ലെ ബംഗ്ലാദേശ് ഗവൺമെന്റ് കേൾക്കണ്ടേ? കേട്ടില്ലെങ്കിൽ എന്തോ ചെയ്യും, യുദ്ധം ചെയ്യാൻ പറ്റും നമ്മുടെ ഈ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് നമ്മുടെ രാജ്യമായിട്ട് എപ്പോഴും കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ രാജ്യവുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രാഷ്ട്രത്തിലെ പഠിക്കാൻ പോകാവൂ. അത് ബേസിക് ആയിട്ട് മനസ്സിലാക്കുക. ഉദാഹരണം ഓസ്ട്രേലിയ, ഇന്തോനേഷ്യയെ പറ്റി നമ്മളൊരു ഇത് ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ അവിടെയാണല്ലോ, അപ്പം ഇന്തോനേഷ്യയെ പറ്റി നമ്മളൊരു ഇത് ചെയ്യും സെപ്പറേറ്റ് ആയിട്ട്. ഇന്തോനേഷ്യ ആരും ശ്രദ്ധിക്കാത്തൊരു സ്ഥലമാണ്. ഇന്തോനേഷ്യ പോകണമെന്ന് താല്പര്യം. കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ് ഒന്നും ഇന്തോനേഷ്യക്ക് ഇല്ല. പക്ഷെ നമുക്ക് മെഡിസിൻ വളരെ ചീപ്പായിട്ട് അവിടെ പഠിക്കാൻ പറ്റുമെങ്കിൽ, പീസ്ഫുൾ ആണ്, അല്ലെങ്കിൽ അവിടെ പഠിക്കാൻ പറ്റുമെങ്കിൽ, അല്ല നമ്മളോട് നമ്മളെ രാജ്യം ആ രാജ്യമായിട്ട് ഭയങ്കര അടുപ്പം കാണണം. പിന്നെ ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ ഈ അവർക്കൊരു താല്പര്യം വേണം. അല്ലാതെ ഈ നമ്മളുമായിട്ട് ഭയങ്കര അൺഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ജനതയെ അവിടെ പഠിക്കാൻ ജപ്പാനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാനിൽ ഇവിടുന്ന് ആരും പോയി പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. പക്ഷേ ജപ്പാനിൽ ഓസ്ട്രേലിയയിലും നല്ല സ്റ്റാൻഡേർഡുള്ള യൂണിവേഴ്സിറ്റികളൊക്കെയാണ്. പക്ഷേ നമ്മളുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ ഓസ്ട്രേലിയ പോയപ്പോൾ ഞാൻ കണ്ടതാണ്, ഈ നമ്മൾ വേറൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യും. പോണത് ഇങ്ങോട്ട് തിരിച്ചു വരാനല്ല, ആദ്യം അത് നമ്മളെല്ലാം മനസ്സിലാക്കുക. നമ്മൾ ആരും ഇങ്ങോട്ട് വരാനല്ല, അവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടാനാണ് നമ്മൾ ഈ പോകുന്നത്, മറ്റുള്ള രാജ്യത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പം 100 പിള്ളേർ പോയാൽ 99 കുട്ടികൾ അവിടെ നിൽക്കാനാണ്, അവിടുത്തെ സിറ്റിസൺഷിപ്പ് പിടിച്ച് നിൽക്കാനാണ്. അല്ല ഇവിടെ തിരിച്ച് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീംലി ഡിഫിക്കൽട്ടാണ്. ഇവിടുത്തെ ക്വാളിഫയിങ് എക്സാം ഒന്നും ആരും പാസ്സാവില്ല, വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നമ്മൾ പോയാൽ, ഉദാഹരണം ഞാൻ പറയുന്നത്, ഓസ്ട്രേലിയയിൽ നമ്മൾ പോയാൽ ഓസ്ട്രേലിയൻസ് ആർ ഗുഡ് ടു അസ്, ജാപ്പാനീസ് ഓൾസോ ഗുഡ് ടു അസ്. പക്ഷേ ഇപ്പോൾ ജപ്പാനിലെ ഓസ്ട്രേലിയയിലൊക്കെ പോയാൽ നമ്മുടെ ഇവിടുത്തെ കൾച്ചർ അവിടെ ഇത് നടപ്പിലാക്കരുത്. നമുക്കൊരു കൾച്ചറുണ്ട്, അത് അവിടെ നടപ്പിലാക്കും. ബിക്കോസ് അത് വേറെ രാജ്യമാണ്. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഞാൻ കണ്ടാണ്, നമ്മൾ ഭയങ്കര ഒരു മുരുക ഭക്തനാണ്. അമ്പലത്തിൽ ഇപ്പോൾ ഓസ്ട്രേലിയയിലെ ഈ കവളിൽ കുത്തി മറ്റേ ഇതില്ലേ ശൂലമായിട്ട് നമ്മുടെ തമിഴ്നാട്ടിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നടക്കുമ്പോൾ കാവടി നടത്താൻ പറ്റുമോ? ഇല്ലീഗലാണ്. അത് അവർക്ക് ഇഷ്ടപ്പെടില്ല. അതുപോലെ തന്നെ ഇവിടെ പള്ളി കയറാത്തവൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര പള്ളി പ്രേമം. അത് അവർ വിചാരിക്കുന്നത് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ ക്രിസ്ത്യൻ ചർച്ചസ് US ഞാൻ കണ്ടു, അവിടെ അവർ പള്ളി കയറുന്നില്ല. US ഓസ്ട്രേലിയയിലൊക്കെ പള്ളി വിൽക്കാൻ വെച്ചിരിക്കുകയാണ്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും വാങ്ങുകയാണ്. അപ്പോൾ ഇവർ വിചാരം എന്നും പള്ളിയിൽ പോകുന്ന ഇന്ത്യക്കാരനാണെങ്കിൽ അവർക്ക് ഞാനും ക്രിസ്ത്യൻ ആയാൽ ഒരിക്കലും സാഹിബിന് അങ്ങനത്തെ ഒരു ഇതില്ല. അവിടെ മറ്റേ പെന്തക്കോസ്റ്റൽ ചർച്ചും മറ്റേ ഇവാഞ്ചലിക്കൽ ട്രംപിന്റെ ചർച്ചൊക്കെ വളരെ പവർഫുൾ ആണെങ്കിലും പൊതുവെ ഈ സായിപ്പന്മാർക്ക് ദൈവവിശ്വാസം കുറഞ്ഞു വരികയാണ്.
ഇപ്പോൾ സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ ഈ ഡെയിസം എന്ന് പറഞ്ഞ ഇതുണ്ട്, ദൈവമുണ്ട്, പക്ഷേ ഈ അട്ടാസും അമ്പലം പള്ളിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് പള്ളി കയറാത്ത അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര പള്ളിപ്പലമാവും. അതുകൊണ്ട് അമ്പലത്തിൽ നിങ്ങൾക്ക് ശൂലം കുത്തി നടക്കണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പോകരുത്. അവരുടെ ഒരു അവിടുത്തെ ഒരു കൾച്ചറിനെ ഡിസ്റ്റർബ് ചെയ്യുന്നതാണ്. വലിയ സ്പീക്കർ, ഇവിടെ ബംഗ്ലാദേശുകാർ ഇവിടെ വന്ന് പിന്നെ വലിയ സ്പീക്കറിൽ 10 നേരം വാങ്ക് വിളിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. നമ്മുടെ ഇവിടെ ആരും അത് ചെയ്യാറില്ലല്ലോ. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോൾ ജപ്പാനിൽ ഞാൻ പോയപ്പം ശ്രദ്ധിച്ച ഒരു കാര്യം, പിന്നെ നമ്മുടെ ഇന്ത്യൻസ് പെട്ടെന്ന് അവിടെ വേറൊരു ഇന്ത്യക്കാരനെ കാണുമ്പോൾ പെട്ടെന്ന് ഈ ഭയങ്കര ഒരു ആവേശം വരും. ഇപ്പുറത്തുനിന്നുണ്ട്, റോഡിൻ്റെ ഇപ്പുറത്ത് നിന്നുണ്ട്, ഓ യോ ഇന്ന് കയ്യും കാലും ഒക്കെ പൊക്കി വിളിക്കും ഒച്ചത്തിൽ. അപ്പോൾ ഈ ജപ്പാൻകാർ ഇങ്ങനെ നോക്കും, ഇവ ഏത് കുറ്റിയും പറിച്ചോണ്ട് ഇങ്ങോട്ട് വന്നതാണ്. അവർ സംസാരിക്കണത് കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ സംസാരിക്കില്ല. ട്രെയിനിലാണെങ്കിൽ എന്തെങ്കിലും ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മൊബൈൽ നോക്കിയിട്ട് അവർ സംസാരിക്കില്ല. ശബ്ദം ഈ ഷിൻഡോ, ജാപ്പനീസ് റിലിജിയൻ ഷിൻഡോയിൽ ക്വയറ്റ്നെസ് ഒരു ചാപ്റ്ററാണ്. മിണ്ടാതിരിക്കുക. അപ്പോൾ സൈലൻസിന് വലിയ ഇതുള്ളതാണ്. അപ്പം നമ്മളെവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലൻസ് നമുക്ക് അറിഞ്ഞുകൂടാ. അട്ടഹാസം ബഹളമാണ്. അത് അവിടെ പോയി കാണിക്കരുത്. അപ്പം നമ്മുടെ സ്റ്റുഡൻസ് ആ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ആ രാജ്യത്തെ കൾച്ചർ അനുസരിച്ച് തുണി അഴിച്ച് തലക്കെട്ടി നടക്കണമെന്നല്ല ഞാൻ പറയണം. നമ്മൾ അവർക്ക് ഒഫൻസീവായിട്ട് പെരുമാറുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അവർ പെരുമാറുമ്പോഴാണ് അവൻ വെച്ചടിച്ചു തരുന്നത്. അപ്പോൾ കിടന്ന് പറയാണ് സായിബ് റേസിസം ഒട്ടാസം കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നമ്മൾ മര്യാദയ്ക്ക് അവിടെ പോയി പെരുമാറണം. അതൊന്ന്. 2 നമ്മുടെ രാജ്യമായിട്ട് നല്ല ബന്ധമുള്ള രാജ്യത്തെ പഠിക്കാൻ പോകാം. എന്തെങ്കിലും ഒരു വിഷയം, ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലൊരു വിഷയമാണ്, നമ്മൾ അവിടെ വിളിച്ചാൽ അവർ കേൾക്കണ്ടേ? അപ്പോൾ ഞാൻ പറയാം, നമ്മുടെ രാജ്യമായിട്ട് വളരെ US കുഴപ്പമില്ല. US ഇപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ US പഠിക്കാൻ പോകണേന് അവിടുത്തെ ജനങ്ങൾ ഓൾ റൈറ്റാണ്. നമ്മളവരെ ഒഫൻഡ് ചെയ്യാതിരുന്നാൽ മതി. ഓസ്ട്രേലിയ, പിന്നെ ശ്രദ്ധിക്കാത്തൊരു രാജ്യമുണ്ട് റഷ്യ നമ്മുടെ രാജ്യമായിട്ട് വളരെ ഫ്രണ്ട്ലിയാണ്. നമ്മളവിടെ പോയി അവരെ കവിളിൽ തോണ്ടാനും പിടിക്കാനും, സാഹിബിൻ്റെ പിള്ളേരുടെ കവിളിൽ തോണ്ടാൻ പോകാതെ നമ്മൾ മര്യാദയ്ക്ക് നടന്നു കഴിഞ്ഞാൽ റഷ്യക്കാർ നമ്മളെ ഒന്നും ആക്രമിക്കുകയൊന്നുമില്ല. എത്രയോ റഷ്യക്കാരികളെ കല്യാണം കഴിച്ച് ഇവിടെ കഴിയുന്ന ഇന്ത്യൻസ് ഉണ്ട്. ഇവിടെ ട്രിവാൻഡ്രത്തുണ്ട് റഷ്യക്കാരികളെ കല്യാണം കഴിച്ച് താമസിക്കുന്നവർ. അപ്പം നേരെ തിരിച്ചുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ റഷ്യ, പിന്നെ സ്കാൻഡിനേവിയൻ കൺട്രീസ്, സ്വീഡൻ, ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഇങ്ങനെയുള്ള രാജ്യങ്ങളുണ്ട്. അവിടെയും പഠിക്കാൻ നല്ല ഇതാണ്. പക്ഷെ അവിടെ ചെന്ന് അവരെ ദയവ് ചെയ്ത് ഒഫൻഡ് ചെയ്തു ഈ മലയാളികൾ. നമ്മൾ ഇന്ത്യൻസിന്, പ്രത്യേകിച്ച് മലയാളികൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പം അതൊക്കെ നോക്കി വേണം അങ്ങോട്ട് പോകാൻ, അവരുടെ നിയമങ്ങൾ. പിന്നെ ഏറ്റവും അബദ്ധം പറ്റണമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇവിടെ എന്തോ ഭയങ്കര സ്കോപ്പാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്കോപ്പാണ്. അങ്ങനെയാണ് ഇവിടെ നിന്നാൽ പോരെ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കാനായിട്ട് ഒരു സ്ഥലത്ത് പോയി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിച്ചിട്ട് ഇപ്പോൾ എന്താ പണിയെന്നറിയാം, പക്ഷെ അവിടുത്തെ ഡിഗ്നിറ്റി ഓഫ് ലേബറുള്ള സ്ഥലമാണ്. ഒബാമയുടെ മോള് ഡിഷ് വാഷ് ചെയ്യാൻ പോയാലും അതിനൊരു ഡിഗ്നിറ്റി ഉണ്ട്, നമ്മളവിടുത്തെ പോലെയല്ലോ. പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ല അവന് പണി കിട്ടിയത്. അവൻ ഏതോ ഒരു ഈ ഫർണിച്ചർ ഉണ്ടാക്കുന്ന കടയിലാണ് പണി കിട്ടിയത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഏജൻസ് പറഞ്ഞു ഭയങ്കര സ്കോപ്പാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇലക്ട്രോണിക്സ്, കമ്മ്യൂണിക്കേഷൻ, അതെല്ലാം പഠിച്ചോ. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മളെ പിള്ളേരെടുത്ത് പറഞ്ഞോണം, ആ രാജ്യത്തെ ഈ ഇതുണ്ട്, ജോബിൻ്റെ സൈറ്റുണ്ട്, അതെടുക്കണം. അതെടുത്തിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. ഏത് ജോബാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആവശ്യം ആളുകൾക്ക്, അത് ഇങ്ങനെ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് ആ കോഴ്സാണ് നമ്മൾ എടുക്കേണ്ടത്. അല്ലാതെ ഇവിടുത്തെ ഇന്ത്യയിലെ ഭയങ്കര കോഴ്സ് എടുത്തിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പരാജയപ്പെട്ടു. അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കോഴ്സ് അവിടെ പോയി തിരിച്ചു വരുന്ന ആ കോഴ്സ് ദാറ്റ് ഈസ് ഓൾ റൈറ്റ്. പക്ഷെ അങ്ങനെ വരുന്ന 100 പേരിൽ പോയാൽ 10 പേരെ വരുന്നുള്ളൂ. 90 പേര് അവിടെ നിൽക്കാനാണ് പോണം. അപ്പോൾ അത് ശ്രദ്ധിക്കാതെ പോയി അവസാനം വലിയ അബദ്ധങ്ങൾ പറ്റും. പിന്നെ ഇവർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. അവർ പറയും നിങ്ങൾ ആ കോഴ്സ് പഠി, ഈ കോഴ്സ് പഠി എന്നൊക്കെ പറയും. പിന്നെ ഇവിടെ നമ്മുടെ മനസ്സിൽ നിന്ന് ഇന്ന കോഴ്സ് പഠിക്കണമെന്ന് പറയും. ഇന്ത്യയിലെ സ്കോപ്പാണ്, അവിടെ ചെല്ലുമ്പോൾ അവർ പിന്നെ ഭയങ്കര സ്കോപ്പാണെന്ന് പറയും. ഈ സൈറ്റൊന്നും നോക്കില്ല ഈ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റും അല്ലെങ്കിൽ ജാപ്പാനീസ് ഗവൺമെൻറ്റും. പിന്നെ ഞാനിപ്പോൾ വേറൊരെണ്ണം അറിഞ്ഞത്, അത് ചെക്ക് ചെയ്യുക അത് കറക്റ്റാണോ എന്ന്. ജപ്പാനിൽ 5 ലക്ഷം പേരാണ് തക്കായിച്ചി വന്നിട്ട് പോയപ്പോൾ 5 ലക്ഷം പേരെ നമ്മളെടുക്കുകയാണ് ഇന്ത്യക്കാരെ.
ജപ്പാൻകാരെല്ലാവരും എടുക്കില്ല. ജപ്പാൻകാര് ട്രീറ്റി ഉണ്ടല്ലോ നമ്മൾ തമ്മിൽ, ജപ്പാനും നമ്മൾ തമ്മിൽ. ജപ്പാൻ അതല്ല, ജപ്പാനിന്റെ അവർക്ക് ഒരു രാജ്യക്കാരെയും വിശ്വാസമില്ല, ഇൻക്ലൂഡിങ് US. അതൊക്കെ ഈ ചെറിയ കരാറും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡൊക്കെ നടക്കുമെങ്കിൽ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഈ അനുഭവം വിട്ടത് ഒരിക്കലും മറക്കില്ല ജാപ്പനീസ്. നമ്മൾ മറക്കും, ഇന്ത്യൻസ് മറക്കും, പക്ഷെ ജാപ്പനീസ് മറക്കില്ല. അപ്പം അവർക്ക് വിശ്വാസമുള്ള ഒരു രാഷ്ട്രം വിയറ്റ്നാം, ഇന്തോനേഷ്യ, പിന്നെ ഇന്ത്യയാണ് നമ്പർ 1. അപ്പം ഞാനിപ്പോൾ മനസ്സിലാക്കിയത് ഇവിടെ നമ്മൾ എന്താണ് പഠിക്കുന്നത് അത് ജപ്പാനിൽ പഠിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആ ഡിഗ്രി അവർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയപ്പെടുന്നു. ഐ ഡോണ്ട് നോ, സബ്ജക്റ്റ് ടു കറക്ഷൻ. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ജാപ്പാനീസ് മാത്രം പഠിച്ചാൽ മതി. നമ്മളിവിടെ ഇലക്ട്രോണിക്സ് ആണ് പഠിച്ചതെങ്കിൽ MA ഹിസ്റ്ററി പഠിച്ചിട്ട് അവിടെ ചെന്നിട്ട് കാര്യമില്ല, അത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ. അപ്പം ജപ്പാനിലെ ഭാഷ അത് പ്രധാനമാണ്. അപ്പം ജാപ്പാനീസ് ഭാഷ പഠിച്ചാൽ മതി. അപ്പം ഇതൊന്നും നോക്കാതെ, അപ്പം ജപ്പാൻ ഒരു പുതിയ രാജ്യമാണ്. 5 ലക്ഷം പേരെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ജോബ് വിസ കൊടുക്കാന്ന് പറയുന്നത് തകച്ചു വരുന്നതിന് മുമ്പ് തന്നെ ഒരു തക്കാഴ്ച വന്നപ്പോൾ ഒപ്പിട്ടെന്നേ ഉള്ളൂ. അത് നേരത്തെ അവർ തീരുമാനിച്ചു. കാരണം ഏജിങ് പോപ്പുലേഷൻ, ആരും മരിക്കുന്നില്ല. സെന്റേനറിയൻസ് 180 വയസ്സിന് മുകളിലുള്ള ആളുകൾ ഏറ്റവും കൂടുതലുള്ളത് ജപ്പാനിലാണ് ലോകത്തിൽ. ആരും മരിക്കുന്നില്ല, എന്നാൽ ബർത്ത് റേറ്റ് ഇല്ല. എന്തോ ചെയ്യും? അവർക്ക് പോപ്പുലേഷൻ ഇല്ല. അടുത്ത ഒരു 20 ഇയേഴ്സിനകത്ത് ജപ്പാൻ വലിയ പ്രശ്നങ്ങളാവും. ആർമിയിൽ സർവ് ചെയ്യാൻ പോലും ആരും ഇല്ലാതാവും. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇന്ത്യൻസിനെ റിക്രൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ 5 ലക്ഷം പേര് അങ്ങോട്ട് പോകും. പക്ഷേ ഇനി നാളെ നമ്മൾ പറഞ്ഞു അവിടെ ചെന്നപ്പോൾ അത് കണ്ടില്ല, അങ്ങനെ പറയരുത്. അത് നോക്കി ചെക്ക് ചെയ്ത് വേണം പോകാൻ. പക്ഷേ ജപ്പാൻ ഒരു ഐഡിയൽ കൺട്രിയാണ്. നമ്മളെ റെസ്പെക്റ്റ് ഉള്ള ഒരു രാഷ്ട്രമാണ്. റഷ്യ നമ്മളെ ഇസ്രായേലിലെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ ആളുകൾ ചിലപ്പോൾ പേടിച്ചവിടെ പോകില്ല. നഴ്സുമാരൊക്കെ ഒരുപാടുണ്ട് ഇസ്രായേലിൽ. അല്ല, അത് നഴ്സുമാരുണ്ട്, പിന്നെ കെയർടേക്കേഴ്സ്, അങ്ങനെ ഒരുപാടുണ്ട്. ഇസ്രായേലിൽ ഭയങ്കര സാലറിയാണ് അവരുടെ. അപ്പോൾ അതുകൊണ്ട് ഈ രാജ്യം സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യമായിട്ട് നല്ല ബന്ധമുള്ള രാഷ്ട്രങ്ങളിലേ പോകാവൂ. എന്തെങ്കിലും ഒരു വിഷയം വന്ന് നമ്മുടെ എംബസി ഇടപെട്ടാൽ അവരൊന്ന് ശ്രദ്ധിക്കണ്ടേ. നമ്മുടെ ഇന്ത്യൻ എംബസി എന്നോ ഇപ്പോൾ ഇന്തോനേഷ്യയിൽ ചെന്ന് ഈ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്ററും ഒക്കെ നടക്കുന്നതും, ഓസ്ട്രേലിയയിലും തക്കായിച്ചിയുടെ വന്നതും, ഇതൊക്കെ അവിടുത്തെ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വൈബാണ് നമ്മളെ പറ്റി. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ, ആ നിയമങ്ങൾ മനസ്സിലാക്കാതെ, അവരുടെ ശരിക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കാതെ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കാതെ ചുമ്മാ ഇടിച്ച് ഓരോ രാജ്യത്തും കയറുക. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ ഒരു ഐഡിയൽ. അതുകൊണ്ട് എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരാളുടെ കുട്ടി ജോർജിയയിൽ പഠിക്കാൻ പോയി. വേറെ ഒന്നുണ്ട്, ഒരു പോളണ്ടിൽ പോയി. ഞാൻ പറഞ്ഞു പോകരുത്, കാര്യം ഞാൻ റഷ്യ തൊട്ടടുത്തുണ്ട്. എപ്പോഴാണ് ഇവർ തമ്മിൽ എന്ന് സ്ട്രെയിൻഡ് ആണ്. പോളണ്ട് ബോർഡറാണല്ലോ, ഈയിടയ്ക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നല്ലോ. അല്ല, അത് നമ്മള് ചെയ്ത റഷ്യൻ ഇൻവേഷൻ, അതെ, അതിനെപ്പറ്റി നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം. പോളണ്ടിൽ അല്ലെ, ഇവിടെ പോകരുത്. റഷ്യ കയറി പെട്ടെന്ന് ആരും, അമേരിക്കയെ പെട്ടെന്ന് കയറി ആരും ആക്രമിക്കില്ല. ഈവൻ ജപ്പാനും ആക്രമിക്കില്ല. അവിടെ എർക്ക്വേക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ പോളണ്ടും ജോർജിയയിലും ഒക്കെ അപ്പം അമേരിക്കൻ വിസ കിട്ടും അവിടെ മെഡിസിൻ പഠിക്കാൻ പോയാൽ. അപ്പം ഞാൻ നന്നായിട്ട് പറഞ്ഞു നോക്കി. അമേരിക്കൻ വിസ 1000 പേരിൽ 10 പേർക്കാണ് അമേരിക്കൻ വിസ. അപ്പോൾ ബാക്കി 900 പേര് ജോർജിയയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ മെഡിസിൻ? അത് കഴിഞ്ഞ് ഇപ്പുറത്ത് വരാൻ പറ്റുമോ? ഇന്ത്യയിൽ വരാൻ പറ്റുമോ? ഇന്ത്യയിൽ വന്നാൽ ഇവിടെ ഈ മറ്റേ ക്വാളിഫയിങ് എക്സാം മിക്കവാറും പാസ്സാവില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഇതൊന്നും മനസ്സിലാക്കാതെ ചാടി കയറി ജോർജിയ, പോളണ്ട് എന്നൊക്കെ പറഞ്ഞു പോകും. പിന്നെ എൻ്റെ കുടുംബത്തിൽ തന്നെ ഞാൻ 1-2 റിലേറ്റീവ്സ് പറഞ്ഞ് ഇംഗ്ലണ്ടിൽ പോകരുത്, ഇറ്റ്സ് എ സിങ്കിങ് കൺട്രി, തീർച്ചയായിട്ടും അവരുടെ എക്കോണമി സിങ്കിങ് ആണ്, പോകരുത്. കേട്ടില്ല, പോയിട്ട് അവിടെ കിടന്ന് നിലവിളിയാണ്. അവർ തിരിച്ചു വന്നു. ഈ ഡിഗ്രിയൊക്കെ കൊള്ളാം, ഡിഗ്രിയും പാസ്സായി ഇവിടെ തിരിച്ചു വന്നു. അവർ പോയത് അവിടെ സെറ്റിൽ ചെയ്യാനാണ്. എൻ്റെ ബന്ധത്തിലുള്ള ഒരു MRCPയിൽ ഗോൾഡ് മെഡലിസ്റ്റ് വാങ്ങിച്ച ഒരാൾ, ഗോൾഡ് മെഡലിസ്റ്റ്, അവിടെ നല്ല ജോലി ഉണ്ടായിരുന്നു. 45 വയസ്സിൽ കുറ്റിയും പറിച്ച് കാനഡയ്ക്ക് പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. ഞങ്ങളുടെ അടുത്ത ജനറേഷൻ ഇംഗ്ലണ്ട് സേഫ് അല്ല, ഇതാ എക്കണോമിക്കലി സേഫ് അല്ല എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന് GDP താന്നുകൊണ്ടിരിക്കില്ല. അപ്പൊ ഇംഗ്ലണ്ടിന് പഴയ പ്രതാപം മാത്രമേ ഉള്ളൂ. ഇംഗ്ലണ്ടിൽ പോകരുത് പറഞ്ഞാൽ ഇവിടുത്തെ ആളുകൾക്ക് മനസ്സിലുണ്ട്. പോയാലും കൈകാലിട്ടടിക്കും. എത്ര ബാങ്കിൽ നിന്ന് എത്ര കുട്ടികളാണ് കേരളത്തിൽ. കഴിഞ്ഞ ദീപാവലിക്ക് ഇംഗ്ലണ്ടിലെ ബ്രിട്ടനിലെ ചില കൗണ്ടികളിലൊക്കെ ദീപാവലി മലയാളി കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ദീപാവലി സെലിബ്രേറ്റ് ചെയ്യാൻ
പാടില്ല, അപ്പം ഓപ്പൺ സ്പേസ് വെച്ച് പാടില്ല, ഒരുപാട് ഇതൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ബഹളങ്ങളും. അങ്ങനെ അത് ബാൻ ചെയ്തു, അതത് കൗണ്ടികളിലൊക്കെ അത് ബാൻ ചെയ്തായിരുന്നു. മുസ്ലിംസുമായിട്ടുള്ള ഉടക്കിന്റെ ബേസിൽ ഈ ബഹളം പറ്റുന്നില്ല എന്ന് പറഞ്ഞു അവർ. ബഹളം പാടില്ല, അത് ചെയ്യരുത്. രംഗോളി അങ്ങനെയുള്ള കുറെ ഹോളി, അമ്പലത്തിലെ മറ്റേ ഉത്സവം 12ാമത്തെ ദിവസം രാത്രി 12 മണിക്ക് കീചകനും രാവണനും തമ്മിലുള്ള അട്ടഹാസം, കീചകനും ഭീമനും തമ്മിലുള്ള അട്ടഹാസമൊക്കെ മൈക്കിൽ കൂടെ നമ്മൾ കേട്ടോണ്ടിരിക്കില്ലേ. ഇതൊക്കെ അൺഇമാജിനബിൾ ആണ് ഇതുപോലത്തെ രാജ്യങ്ങളിൽ. അതൊന്നും അവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ നോക്കി പോവുക. അപ്പം ഇംഗ്ലണ്ട് ഡോണ്ട് ഗോ ടു ഇംഗ്ലണ്ട് കൺട്രീസ് നോക്കി വേണം പോകാൻ. നമ്മുടെ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധത്തിലുള്ള രാജ്യങ്ങളിലെ കോഴ്സ് സെലക്ട് ചെയ്യുന്നത് നോക്കി പോകണം. ഇവിടുത്തെ ചോദിക്കരുത്, അവർ തെറ്റായ വിവരങ്ങളെ പറയുള്ളൂ ഏജൻസീസ്. കാരണം അവർക്ക് കറക്റ്റായിട്ട് ഫീസിന്റെ ഒരു അംശം അവർക്ക് അയച്ചോളൂ യൂണിവേഴ്സിറ്റി. അപ്പൊ അവരും നമ്മളും തമ്മിൽ വേറെ ബന്ധങ്ങളൊന്നുമില്ല. നാളെ നമുക്ക് അവിടുത്തെ ചോദിക്കാം, നിങ്ങളല്ലേ പറഞ്ഞ മറ്റേ കോഴ്സ് പഠിക്കാൻ, അവിടെ ചെന്നിട്ട് ഒന്നും ആയില്ലല്ലോ എന്ന് പറയാൻ, അത് നിങ്ങളുടെ റിസ്ക് ആണ്, ഞങ്ങൾക്കൊന്നും ഇല്ല എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബേസിക് ആയിട്ട് നമ്മുടെ രാജ്യമായിട്ട് നല്ല ഇതിലെ പോകാവൂ. നേപ്പാളിലൊന്നും പഠിക്കാൻ പോകരുത്. തീർച്ചയായും നേപ്പാളിലൊക്കെ ഒരുപാട് മെഡിസിൻ പഠിക്കാൻ പോകുന്നുണ്ട്. ആ ഫാക്കൽറ്റിയൊക്കെ വളരെ മോശമായിരുന്നു അവിടെ. ഇങ്ങനെ നേപ്പാൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ അപകീർത്തിത രാഷ്ട്രമാണ്. അവിടത്തേക്ക് പോയി മെഡിസിൻ ശരീരശാസ്ത്രമൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ അതൊക്കെ ഇറാനിൽ, കാശ്മീരിൽ നിന്ന് എത്ര പേരാണ് ഇറാനിൽ പഠിക്കാൻ പോയെന്ന് പറയുന്നത്. നമ്മുടെ യൂണിവേഴ്സിറ്റിയെക്കാളും മേച്ചതൊന്നുമല്ല ഇറാൻ. ഇന്ത്യ അതിന്റെ മുകളിലാണ്. മണിപ്പാൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു യൂണിവേഴ്സിറ്റിയാണ്. മണിപ്പാൽ യൂണിവേഴ്സിറ്റി നമ്മുടെ തമിഴ്നാട്ടിലെ വെല്ലൂർ മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, അമൃത, ഇതൊക്കെ ഭയങ്കര റെപ്യൂട്ടേഷൻ ഉള്ളതാണ്. ഈ ഉസ്ബെക്കിസ്ഥാനിലും ഇവിടെ ഇവരൊന്നും 4 അയലത്ത് വരില്ല. ഈ കഡാവർ ഇല്ല. ഈ ഉസ്ബെക്കിസ്ഥാനിലെ അതുപോലെ ഇതുപോലുള്ള ചില രാജ്യങ്ങളിലൊക്കെ ഈ പഠിക്കാൻ കഡാവറുണ്ട്, മൃതശരീരം അതില്ല. പിന്നെ അതില്ലാതെ ഇവിടെ ഇഷ്ടംപോലെ കടാവറുണ്ടല്ലോ. അല്ല, ഉസ്ബെക്കിസ്ഥാനിലും അത് അവർ ഇവിടെ വന്നാ പഠിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ല, നിങ്ങൾ അത് എന്തൊരു ഗതികേടാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ അവിടുത്തെ എഡ്യൂക്കേഷൻ എങ്ങനെയായിരിക്കും? ഐ ഡോണ്ട് നോ. ക്വാളിറ്റി എങ്ങനെ? അവിടുത്തെ ലോഫ്റ്റ് ലാൻഡ് വെച്ചിട്ട് ഈ കെഡാവർ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലും അനുവദിക്കില്ലെന്ന് കേട്ടിട്ടുണ്ട് ചില കൺട്രീസിൽ. അല്ല, അങ്ങനെയൊക്കെ ഒരുപാട്. ഇതൊന്നും മനസ്സിലാക്കാതെ എടുത്തുകാടി പോകുന്നു. ഇത് പഠിക്കുന്നത് വളരെ MA ഹിസ്റ്ററി പഠിക്കണം, MA ലിറ്ററേച്ചർ പഠിക്കുന്ന പോലെയാണ്. ശരീരശാസ്ത്രം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ വെച്ചുള്ള കളിയല്ലേ. അത് കഴിഞ്ഞിട്ട് സ്റ്റെതസ്കോപ്പ് ഇട്ടുകൊണ്ട് വന്ന് നമ്മുടെ രോഗികളെ പരിശോധിക്കുകയില്ലേ. അപ്പൊ അത് വെളിയിലത്തെ രാജ്യങ്ങൾ, ഇപ്പൊ കാനഡ, ഓസ്ട്രേലിയ, അമേരിക്ക ഒക്കെ ഇവിടെയുള്ള ഡോക്ടേഴ്സ് കഴിയുന്നത് അവിടെ പോകാൻ മാറിക്കളയും. കാരണം അവരുടെ ക്വാളിഫയിങ് എക്സാം അത്ര ടഫാണ്. എന്ന് പറഞ്ഞാൽ വിവരമുള്ളവൻ MBBS പഠിച്ചാൽ മതി എന്നുള്ള. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ അവരത് വെച്ചിരിക്കുന്നത്. അതേസമയം ഇവിടെ നമ്മളെ ചില ലൊട്ടിലുടക്കം മെഡിക്കൽ കോളേജിലൊക്കെ എൻ്റെ മോൻ MBBS ആണ്, എൻ്റെ മോൻ MBBS ആണ്, കുറെ പൈസയും കൊണ്ട് കൊടുത്ത്, അത് ഭീകരമാണ്. അത് പാടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഇവർ ഇതുപോലുള്ള യൂണിവേഴ്സിറ്റി, ഉസ്ബെക്കിസ്ഥാനിലും നേപ്പാളിലൊക്കെ അങ്ങനെ പോകരുത്. ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ പുതിയ കൺട്രീസ് എക്സ്പ്ലോർ ചെയ്യുക. നമ്മുടെ രാജ്യമായിട്ട് നല്ല ബന്ധത്തിലുള്ള രാജ്യത്തെ പോകാവൂ. നമ്മുടെ മിനിസ്ട്രി ഇടപെട്ട കേൾക്കും. അവര് ഒരു വിഷയം വന്നാൽ എന്ത് ചെയ്യും? മറ്റേ ഉക്രൈനില് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊരു ബെസ്റ്റ് ഉദാഹരണമാണ്. ഇവിടുത്തെ എംബസി പറഞ്ഞാൽ അവർ കേൾക്കില്ല. ഉക്രൈൻ ഒരു റേസിസ്റ്റ് കൺട്രിയാണ്. എന്നും പാകിസ്ഥാൻ അഗൻസ്റ്റ് ആയിട്ട്, അല്ല, പാകിസ്ഥാനിന് അനുകൂലമായിട്ട് ഇന്ത്യക്കെതിരായിട്ട് നിന്ന രാഷ്ട്രമാണ് എല്ലായിടത്തും. എന്നിട്ട് ആ രാജ്യത്ത് പഠിക്കാൻ പോകാന്ന് പറഞ്ഞാൽ രാജ്യസ്നേഹമുള്ള കുട്ടികൾ പോവുമോ? അവർക്ക് അറിഞ്ഞുകൂടാ ഉക്രൈൻ എന്താണ്. എന്നിട്ട് അവസാനം അവരെല്ലാം കൂടെ വന്ന് നമ്മുടെ ഇവർ കഷ്ടപ്പെട്ട് പോയി വിളിച്ചോണ്ട് വന്നപ്പോൾ ഈ കുട്ടികളെല്ലാം ദേഷ്യപ്പെട്ടിറങ്ങി. എന്ന് കഴിഞ്ഞാൽ നമ്മളെ ഗവൺമെന്റ് എന്തോ ചെയ്തതാണെന്ന് ഇവര് പറഞ്ഞില്ലല്ലോ ഗവൺമെന്റിന്റെ അടുത്ത് അവിടെ പഠിക്കാൻ പോയപ്പം. അതൊരു വൃത്തികെട്ട ഒരു രാജ്യമാണ് യുക്രൈൻ. അവിടെ പഠിക്കാൻ പോകരുത്. ഒരുപാട് റേസിസം ഉള്ളവരാണ് അവര്, വെളുത്തവരാണ് അവര്, സായിപ്പാണ്. അപ്പൊ നമ്മളെ കുട്ടികളെ കാണുമ്പോൾ അവർക്കൊരു പുച്ഛമാണ്. ഇവിടുന്ന് സത്യം പറഞ്ഞാൽ അവരെക്കാളും ബെറ്റർ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിലുള്ളത്. അതെ. അപ്പൊ അവര് വിചാരം അവർക്ക് ഇന്ത്യയെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. ഇവര് പാമ്പാട്ടികളുടെയും മറ്റേ പിന്നെ എന്താ കഴുതകളും ഒക്കെ നടക്കുന്ന സ്ഥലത്തുള്ളവര് മെഡിസിൻ പഠിക്കാൻ ഇവിടെ വരുന്നു. അങ്ങനെയാണ് ഉക്രൈൻകാരും ഉസ്ബെക്കിസ്ഥാൻകാരും കാണാൻ സാധ്യത. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം പോകാൻ. അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ കുട്ടികളും രക്ഷിതാക്കളുമൊക്കെ വളരെ ശ്രദ്ധാപൂർവം കാണേണ്ട ഒരു വീഡിയോ ആണിത്. കാരണം വിദേശത്ത് ചെന്നിട്ട് നമുക്കൊന്നും അറിയാൻ പറ്റാത്ത ഒരുപാട് പ്രവിശ്യകളും ജില്ലകളും ഒക്കെയുള്ള
വിദേശ രാജ്യങ്ങളിലേക്ക് ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ നിയമപരമായ തടസ്സങ്ങളുണ്ടായാൽ അത് പരിഹരിക്കാൻ ഇന്ത്യയിലെ ഒരു സംവിധാനത്തിനും ഒരു പരിധിക്കപ്പുറം സാധിക്കില്ലെന്ന് ഓർമ്മ വേണം. അതുപോലെ തന്നെ ഈ റിക്രൂട്ടിംഗ് ഏജൻസികളും കരുതലോടെ വേണം നമ്മുടെ കുട്ടികളെ വിദേശത്തേക്കൊക്കെ റിക്രൂട്ട് ചെയ്യാനായിട്ടെന്ന് കൂടി ഓർമ്മിപ്പിച്ചുള്ളൂ. നമസ്കാരം.